വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം. ഏലിയ ചെയ്തതൊക്കെയും വാളുകൊണ്ട് പ്രവാചകന്മാരെ മുഴുവൻ അവൻ വധിച്ചതും ആഹാബ് ജസബേലിനോട് വിവരിച്ചു. അപ്പോൾ ജസബേൽ ഏലിയായോട് പറയാൻ ഒരു ദൂതനെ അയച്ചു, നാളെ ഈ സമയമാകുമ്പോഴേക്ക് ഞാൻ നിന്റെ ജീവൻ അവരിൽ ഒരുവന്റെ ജീവൻ പോലെ ആക്കിയില്ലെങ്കിൽ ദേവന്മാർ ഇങ്ങനെയും ഇതിൽ കൂടുതലും എന്നോട് ചെയ്യട്ടെ. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് തൻ്റെ ജീവനെ പ്രതി പലായനം ചെയ്തു. അവൻ യൂദയായിലെ ബർശെബായിലെത്തിയപ്പോൾ തൻ്റെ ഭൃത്യനെ അവിടെയാക്കി. അവനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾച്ചയുടെ താഴെ വന്നിരുന്നു. തൻ്റെ ജീവാന്ത്യത്തിനായി അവൻ യാചിച്ചു. അവൻ പറഞ്ഞു, കർത്താവേ, ഇനി മതി, എൻ്റെ ജീവനെടുത്താലും എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ മെച്ചമല്ലല്ലോ. ഒരു വാടാമുൾച്ചയുടെ താഴെ കിടന്ന് അവൻ ഉറങ്ങി. ഇതാ അവിടെ ഒരു ദൂതൻ അവനെ തട്ടിവിളിച്ച് അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക. അവൻ നോക്കിയപ്പോൾ ഇതാ അവൻ്റെ തലയ്ക്കൽ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും. അവൻ തിന്നുകയും കുടിക്കുകയും ചെയ്തിട്ട് വീണ്ടും കിടന്നു. കർത്താവിൻ്റെ ദൂതൻ 2-ാം പ്രാവശ്യവും അവനെ തട്ടിവിളിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, കാരണം യാത്ര നിനക്ക് ദുഷ്കരമായിരിക്കും. അവൻ എഴുന്നേറ്റ് തിന്നുകയും കുടിക്കുകയും ചെയ്തു. ആ ഭക്ഷണത്തിന് ശക്തിയാൽ 40 പകലും 40 രാവും ദൈവത്തിന് മലയായ ഹോറേബ് വരെ അവൻ നടന്നു. അവിടെ അവൻ ഒരു ഗുഹയിലേക്ക് ചെന്ന് അവിടം പാർപ്പിടമാക്കി. ഇതാ അവൻ്റെ പക്കൽ കർത്താവിൻ്റെ വചനമെത്തി. അവിടുന്ന് അവനോട് ചോദിച്ചു, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അവൻ പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ തീവ്രമായ തീക്ഷ്ണതയിലാണ്. കാരണം ഇസ്രായേലിയർ അങ്ങയുടെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളുകൊണ്ട് വധിക്കുകയും ചെയ്തു. ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. എൻ്റെ ജീവനൊടുക്കാൻ അവർ അന്വേഷിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, പുറത്തുപോയി മലയിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുക. ഇതാ കർത്താവ് കടന്നു പോകുകയായിരുന്നു. വലുതും കരുത്തുറ്റതുമായ ഒരു കാറ്റ് കർത്താവിൻ്റെ മുമ്പിൽ മലകൾ കീറിമുറിക്കുകയും പാറകൾ തകർക്കുകയും ചെയ്തു. കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റ് കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിൽ കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിനു ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി കഴിഞ്ഞപ്പോൾ ഒരു മൃദുമന്ത്രണ സ്വരം. ഏലിയ ഇത് കേട്ടപ്പോൾ മേലങ്കിക്കൊണ്ട് തന്റെ മുഖം മറച്ച് പുറത്തു വന്ന് ഗുഹാമുഖത്തു നിന്നു. ഇതാ അവനോടൊരു സ്വരം. അവിടുന്ന് ചോദിച്ചു, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? അവൻ പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീക്ഷ്ണതയിലാണ്. കാരണം ഇസ്രായേലിയർ അങ്ങയുടെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളുകൊണ്ട് വധിക്കുകയും ചെയ്തു. ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. എൻ്റെ ജീവനെടുക്കാനായി അവർ അതന്വേഷിക്കുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, നീ നിന്റെ വഴിക്ക് ദമാസ്കസിന്റെ മരുഭൂമിയിലേക്ക് തിരിച്ചു പോകുക. നീ അവിടെ എത്തുമ്പോൾ ഹസായേലിനെ ആരാമിന്റെ മേൽ രാജാവായി അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകൻ യേഹുവിനെ ഇസ്രായേലിനുമേൽ രാജാവായി അഭിഷേകം ചെയ്യുക. ആബേൽ മെഹോലായിൽ നിന്നുള്ള ഷാഫാത്തിന്റെ മകൻ ഏലിഷായെ നിന്റെ സ്ഥാനത്ത് പ്രവാചകനായും അഭിഷേകം ചെയ്യുക. ഹസായേലിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ യേഹു വധിക്കും. യേഹുവിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ ഏലിഷ വധിക്കും. ബാലിനു വേണ്ടി മടക്കിയിട്ടില്ലാത്ത മുട്ടുകളും അവന് ചുംബിക്കാത്ത അധരവുമുള്ള 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. അവൻ അവിടെ നിന്ന് പോയി ഷാഫാത്തിന്റെ മകൻ ഏലിഷായെ കണ്ടെത്തി. അയാൾ ഒഴുകുകയായിരുന്നു. അയാളുടെ മുൻപിൽ 12 ജോഡി കാളകൾ ഉണ്ടായിരുന്നു. അയാൾ 12ാമത്തേതിനൊപ്പമായിരുന്നു. ഏലിയ അയാളെ കടന്നുപോയി. അപ്പോൾ അവൻ തന്റെ മേലെങ്കി അയാളുടെ മേലേക്ക് ഇട്ടു. അയാൾ തന്റെ കാളയെ ഉപേക്ഷിച്ച് ഏലിയായുടെ പിന്നാലെ ഓടിച്ചെന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനെയും മാതാവിനെയും ചുംബിക്കട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ അനുഗമിക്കാം. അപ്പോൾ അവൻ അയാളോട് പറഞ്ഞു, പോയി വരിക, ഞാൻ നിന്നോടൊന്നും ചെയ്തില്ലല്ലോ. അയാൾ അവൻ്റെ പിന്നിൽ നിന്ന് മടങ്ങിപ്പോയി ഒരു ജോഡി കാളകളെ എടുത്ത് അവയെ കൊന്ന്
കലപ്പ കൊണ്ട് അവയുടെ മാംസം വേവിച്ച് ജനത്തിന് നൽകി. അവർ അത് ഭക്ഷിച്ചു. അയാൾ എഴുന്നേറ്റ് ഏലിയായെ അനുഗമിച്ച് അവനെ ശുശ്രൂഷിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 20-ാം അധ്യായം. ആരാമിന്റെ രാജാവായ ബൽഹദാദ് തന്റെ സൈന്യം മുഴുവനെയും ഒരുമിച്ച് കൂട്ടി. 32 രാജാക്കന്മാർ കുതിരയോടും രഥത്തോടും കൂടി അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ സമരിയാക്കെതിരെ കയറി ചെന്ന് ഉപരോധം ഏർപ്പെടുത്തി അതിനോട് യുദ്ധം ചെയ്തു. അവൻ ദൂതന്മാരെ ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ പക്കലേക്ക് പട്ടണത്തിലേക്ക് അയച്ചു. അവൻ അയാളോട് പറഞ്ഞു, ബൽഹദാദ് ഇങ്ങനെ അറിയിക്കുന്നു, നിന്റെ വെള്ളിയും നിന്റെ സ്വർണവും എൻ്റേതാണ്, നിന്റെ ഭാര്യമാരും സമർത്ഥന്മാരായ മക്കളും എനിക്കുള്ളതാണ്. ഇസ്രായേൽ രാജാവ് മറുപടിയായി പറഞ്ഞു, എൻ്റെ യജമാനനായ രാജാവേ, അങ്ങയുടെ വാക്ക് പോലെ ഞാനും എനിക്കുള്ളതും അങ്ങയുടേതാണ്. ദൂതന്മാർ തിരിച്ചു വന്ന് പറഞ്ഞു, ബൻഹദാദ് ഇങ്ങനെ പറയാൻ ആജ്ഞാപിക്കുന്നു, നിന്റെ വെള്ളിയും സ്വർണവും നിന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും എനിക്ക് തരണമെന്ന് പറയാൻ ഞാൻ നിന്റെ പക്കലേക്ക് ആളയച്ചിരുന്നല്ലോ. നാളെ ഈ സമയമാകുമ്പോഴേക്കും ഞാൻ എൻ്റെ സേവകന്മാരെ നിന്റെ പക്കലേക്ക് അയക്കും. നിന്റെ കൊട്ടാരവും സേവകന്മാരുടെ വീടുകളും പരിശോധിച്ച് നിന്റെ ദൃഷ്ടികളിൽ പ്രിയപ്പെട്ടതൊക്കെയും അവർ കൈക്കലാക്കി കൊണ്ടുപോരും. അപ്പോൾ ഇസ്രായേൽ രാജാവ് ദേശത്തെ എല്ലാ ശ്രേഷ്ഠന്മാരെയും വിളിച്ചു കൂട്ടി പറഞ്ഞു, ഇവൻ തിന്മ അന്വേഷിക്കുന്നത് നിങ്ങൾ കണ്ട് ഗ്രഹിച്ചാലും. എന്തെന്നാൽ ഇവൻ എൻ്റെ ഭാര്യമാർക്കും മക്കൾക്കും എൻ്റെ വെള്ളിക്കും സ്വർണത്തിനും വേണ്ടി ആളയിച്ചിരിക്കുന്നു. അതിനോട് ഞാൻ എതിർത്തില്ല. ശ്രേഷ്ഠന്മാരെല്ലാവരും ജനം മുഴുവനും അവനോട് പറഞ്ഞു, അങ്ങ് കേൾക്കരുത്, സമ്മതിക്കുകയും അരുത്. അതിനാൽ അവൻ ബൻഹദാദിന്റെ ദൂതന്മാരോട് പറഞ്ഞു, എൻ്റെ യജമാനനായ രാജാവിനോട് പറയുവിൻ, ഈ ദാസന്റെ പക്കലേക്ക് അങ്ങ് പറഞ്ഞയച്ചവയിൽ ആദ്യത്തേതെല്ലാം ഞാൻ ചെയ്യാം. എന്നാൽ ഈ കാര്യം ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. ദൂതന്മാർ പോയി അവന് വാർത്ത എത്തിച്ചു. ബൻഹദാദ് അവൻ്റെ അടുക്കിലേക്ക് ആളയിച്ചു പറഞ്ഞു, സമരിയായിലെ മണ്ണ് എൻ്റെ അനുയായികളായ ജനത്തിനു മുഴുവൻ ഓരോ പിടിവാരാൻ തികഞ്ഞാൽ ദേവന്മാർ എന്നോട് ഇങ്ങനെയും അതിലധികവും ചെയ്തു കൊള്ളട്ടെ. ഇസ്രായേൽ രാജാവ് മറുപടിയായി പറഞ്ഞു, നിങ്ങൾ പറയുവിൻ, അരമുറുക്കുന്നവൻ അഴിക്കുന്നവനെ പോലെ വമ്പ് പറയരുത്. ഈ കാര്യം കേട്ടപ്പോൾ അവനും അവൻ്റെ രാജാക്കന്മാരും കൂടാരങ്ങളിൽ കുടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ തൻ്റെ സേവകരോട് പറഞ്ഞു, തയ്യാറാകുവിൻ. അവർ നഗരത്തിനെതിരെ തയ്യാറായി നിന്നു. അപ്പോൾ ഇതാ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഈ വലിയ ആൾക്കൂട്ടം നീ കണ്ടില്ലേ? ഇതാ ഞാൻ ഇന്ന് അതിനെ നിനക്ക് നൽകിയിരിക്കുന്നു. ഞാനാണ് കർത്താവ് എന്ന് നീ അറിയും. ആഹാബ് ആരാഞ്ഞു, ആരിലൂടെ? അയാൾ പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ദേശാധിപതികളുടെ ചെറുപ്പക്കാരിലൂടെ. അവൻ ചോദിച്ചു, ആരാണ് യുദ്ധം ആരംഭിക്കേണ്ടത്? അയാൾ പ്രത്യുത്തരിച്ചു, നീ തന്നെ. അവൻ ദേശാധിപതികളുടെ ചെറുപ്പക്കാരുടെ കണക്കെടുത്തു. അവർ 232 പേരുണ്ടായിരുന്നു. അവർക്ക് ശേഷം അവൻ ഇസ്രായേലിയരായ സൈന്യം മുഴുവൻ്റെയും കണക്കെടുത്തു. അവർ 7000 പേരുണ്ടായിരുന്നു. അവർ ഉച്ചനേരത്ത് പുറപ്പെട്ടു. അപ്പോൾ കൂടാരങ്ങളിൽ ബൻഹദാദ് കുടിച്ച് ഉന്മത്തനായിരിക്കുകയായിരുന്നു. അവനും രാജാവായ അവനെ സഹായിക്കുന്ന 32 രാജാക്കന്മാരും. ദേശാധിപതികളുടെ ചെറുപ്പക്കാർ മുമ്പേ പുറപ്പെട്ടു. അപ്പോൾ ബൻഹദാദ് ആളയിച്ചു. അവർ അവനെ ഇപ്രകാരം അറിയിച്ചു, സമരിയായിൽ നിന്ന് ആളുകൾ പുറപ്പെട്ടിരിക്കുന്നു. അവൻ ആജ്ഞാപിച്ചു, അവർ പുറപ്പെട്ടിരിക്കുന്നത് സമാധാനത്തിനാണെങ്കിൽ അവരെ ജീവനോടെ പിടിക്കുവിൻ. അവർ പുറപ്പെട്ടിരിക്കുന്നത് യുദ്ധത്തിനാണെങ്കിലും ജീവനോടെ അവരെ പിടിക്കുവിൻ. നഗരത്തിൽ നിന്ന് വന്ന കൂട്ടർ ദേശാധിപതികളുടെ ചെറുപ്പക്കാരും അവർക്ക് പിന്നാലെയുള്ള സൈന്യവുമായിരുന്നു. അവർ ഓരോ ആളും എതിരാളിയെ വധിച്ചു. ആരാംകാർ പലായനം ചെയ്തു. ഇസ്രായേൽ അവരെ പിന്തുടർന്നു. ആരാം രാജാവായ ബൻഹദാദ് കുതിരപ്പുറത്ത് രക്ഷപ്പെട്ടു. കുതിരപടയാളികളും ഇസ്രായേൽ രാജാവ് പുറപ്പെട്ട് കുതിരകളെയും രഥങ്ങളെയും ആക്രമിച്ചു. ആരാമിന് അവൻ വലിയ പ്രഹരമേൽപ്പിച്ചു. അപ്പോൾ മേൽപ്പറഞ്ഞ പ്രവാചകൻ ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തു വന്ന് അവനോട് പറഞ്ഞു, പോയി സ്വയം ശക്തിപ്പെടുത്തുക. നീ ചെയ്യുന്നതെല്ലാം അറിഞ്ഞും കണ്ടും ചെയ്യുക. കാരണം ആരാം രാജാവ് ഈ വസന്തത്തിൽ നിനക്കെതിരെ കയറി വരും. ആരാം രാജാവിൻ്റെ സേവകന്മാർ അവനോട് പറഞ്ഞു, ഗിരിദേവന്മാരാണ് അവരുടെ ദേവന്മാർ. അതുകൊണ്ടാണ് അവർ നമ്മേക്കാൾ പ്രബലരായത്. സമതലത്തിൽ വെച്ച്
നമ്മൾ അവരോട് യുദ്ധം ചെയ്താൽ തീർച്ചയായും നമുക്ക് അവരെക്കാൾ പ്രബലരാകാം. ഇക്കാര്യം ചെയ്യുക. രാജാക്കന്മാർ ഓരോരുത്തരെയും സ്വസ്ഥാനത്ത് നിന്ന് മാറ്റി തസ്ഥാനത്ത് ഗവർണർമാരെ നിയമിക്കുക. അങ്ങയുടെ പക്ഷത്തു നിന്ന് വീണ സൈന്യത്തിൻ്റെ അത്രയും സൈന്യത്തെയും കുതിരയ്ക്ക് കുതിര, രഥത്തിന് രഥം എന്നിവയെയും അണിനിരത്തുക. നമുക്ക് അവരോട് സമതലത്തിൽ വെച്ച് യുദ്ധം ചെയ്യാം. നിശ്ചയമായും നമ്മൾ അവരുടെ മേൽ പ്രബലപ്പെടും. അപ്പോൾ അവൻ അവരുടെ സ്വരം ശ്രവിച്ച് അതുപോലെ പ്രവർത്തിച്ചു. വസന്തത്തിൽ ബൻഹദാദ് ആരാമിനെ കണക്കെടുത്ത് ഇസ്രായേലുമായി യുദ്ധം ചെയ്യുന്നതിന് അഫേക്കിലേക്ക് കയറി ചെന്നു. ഇസ്രായേലിയരുടെയും കണക്കെടുക്കപ്പെട്ടു. അവർ ഒരുങ്ങി അക്കൂട്ടരെ നേരിടാൻ പോയി. ഇസ്രായേലിയർ 2 ചെറിയ കോലാട്ടിൻ പറ്റം പോലെ അവർക്കെതിരെ പാളയമടിച്ചു. എന്നാൽ ആരാംകാർ ദേശം നിറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ദൈവപുരുഷൻ അടുത്തു വന്ന് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, കർത്താവ് ഗിരിദേവനാണ്, അവൻ താഴ്വരകളുടെ ദേവനല്ല എന്ന് ആരാംകാർ പറയുന്നതിനാൽ ഈ വലിയ ആൾക്കൂട്ടത്തെ മുഴുവൻ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. അവർ മുഖാമുഖമായി 7 ദിവസം പാളയമടിച്ചു. 7-ാം ദിവസമായപ്പോൾ യുദ്ധം ആരംഭിച്ചു. ഇസ്രായേലിയർ കാലാളുകളുടെ 100,000 ആരാംകാരെ ഒറ്റ ദിവസം കൊണ്ട് വധിച്ചു. ശേഷിച്ചവർ അഫേക് നഗരത്തിലേക്ക് പലായനം ചെയ്തു. ശേഷിച്ച 27,000 ആളുകളുടെ മേൽ നഗരമതിൽ പതിച്ചു. ബൻഹദാദ് പലായനം ചെയ്ത് നഗരത്തിലെ ഒരു ഉള്ളറയിലെത്തി. അവൻ്റെ സേവകന്മാർ അവനോട് പറഞ്ഞു, ഇതാ ഇസ്രായേൽ ഭവനത്തിലെ രാജാക്കന്മാർ കരുണയുള്ള രാജാക്കന്മാരാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അരയിൽ ചാക്കും തലയിൽ കയറും ധരിച്ച് ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോകട്ടെ. ഒരു പക്ഷേ അവൻ അങ്ങയുടെ ജീവൻ നിലനിർത്തിയേക്കും. അവർ തങ്ങളുടെ അരയിൽ ചാക്കുകളും തലയിൽ കയറുകളും ചുറ്റി ഇസ്രായേൽ രാജാവിൻ്റെ പക്കലേക്ക് വന്നു. അവർ പറഞ്ഞു, അങ്ങയുടെ ദാസൻ ബൻഹദാദ് യാചിക്കുന്നു, എൻ്റെ ജീവൻ നിലനിൽക്കാനിടയാകട്ടെ. ആഹാബ് പ്രതിവദിച്ചു, അവൻ ഇനിയും ജീവിക്കുന്നു, അവൻ എൻ്റെ സഹോദരനാണ്. ആ മനുഷ്യർ ശുഭലക്ഷണം കണ്ട് അത് അവരിൽ നിന്നുള്ള അനുകൂല പ്രഖ്യാപനമായെടുത്ത് തിടുക്കം കൂട്ടി പറഞ്ഞു, അതെ, ബൻഹദാദ് അങ്ങയുടെ സഹോദരനാണ്. അവൻ ആജ്ഞാപിച്ചു, പോയി അവനെ കൂട്ടിക്കൊണ്ടുവരുവിൻ. ബൻഹദാദ് അവൻ്റെ പക്കലേക്ക് എത്തിയപ്പോൾ അവൻ അയാളെ രഥത്തിൽ കയറ്റി. അവൻ അയാളോട് പറഞ്ഞു, എൻ്റെ പിതാവ് നിന്റെ പിതാവിൽ നിന്ന് പിടിച്ചെടുത്ത പട്ടണങ്ങൾ ഞാൻ മടക്കി തരുന്നു. എൻ്റെ പിതാവ് സമരിയായിൽ സ്ഥാപിച്ചതുപോലെ നീയും ദമാസ്കസിൽ തെരുവീഥികൾ സ്ഥാപിക്കണം. ഈ വ്യവസ്ഥയിൽ ഞാൻ നിന്നെ വിട്ടയക്കുന്നു. അവൻ അയാളുമായി ഒരു ഉടമ്പടി ഉറപ്പിച്ച് അയാളെ വിട്ടയച്ചു. പ്രവാചക ഗണത്തിൽ നിന്ന് ഒരാൾ കർത്താവിൻ്റെ വാക്കുവഴി തൻ്റെ ഒരു സ്നേഹിതനോട് പറഞ്ഞു, എന്നെ പ്രഹരിച്ചാലും. അയാൾ അവനെ പ്രഹരിക്കാൻ വിസമ്മതിച്ചു. അപ്പോൾ അവൻ അയാളോട് പറഞ്ഞു, കർത്താവിൻ്റെ സ്വരം നീ അനുസരിക്കാത്തതുകൊണ്ട് ഇതാ നീ എൻ്റെ അടുത്ത് നിന്ന് പോകുമ്പോൾ നിന്നെ ഒരു സിംഹം കൊല്ലും. അയാൾ അവൻ്റെ പക്കൽ നിന്ന് പോയപ്പോൾ ഒരു സിംഹം അയാളെ കണ്ടു. അത് അയാളെ കൊന്നുകളഞ്ഞു. അവൻ വേറൊരാളെ കണ്ടുമുട്ടി പറഞ്ഞു, എന്നെ പ്രഹരിച്ചാലും. അയാൾ അവനെ പ്രഹരിച്ച് പരിക്കേൽപ്പിച്ചു. അതിനുശേഷം പ്രവാചകൻ പോയി രാജാവിനായി വഴിയിൽ നിലയുറപ്പിച്ചു. തൻ്റെ കണ്ണുകൾക്ക് മീതെ ആവരണമിട്ട് അവൻ വേഷപ്രച്ഛന്നനായിരുന്നു. രാജാവ് കടന്നു പോയപ്പോൾ അവൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞു, അങ്ങയുടെ ദാസൻ യുദ്ധത്തിനു നടുവിൽ ഇറങ്ങിച്ചെന്നിരുന്നു. ഇതാ ഒരുവൻ തിരിഞ്ഞ് ഒരാളെ എൻ്റെ അടുത്തെത്തിച്ച് പറഞ്ഞു, ഇയാളെ കാത്തുകൊള്ളുക. ഇയാൾ നഷ്ടമാവുകയെങ്ങാനും ചെയ്താൽ ഇയാളുടെ ജീവന് പകരം നൽകേണ്ടത് നിന്റെ ജീവനായിരിക്കും. അല്ലെങ്കിൽ നീ ഒരു കിക്കാർ വെള്ളി തൂക്കി പിഴയൊടുക്കണം. എന്നാൽ അങ്ങയുടെ ഈ ദാസൻ പല കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ അവൻ അപ്രത്യക്ഷനായി. ഇസ്രായേൽ രാജാവ് പറഞ്ഞു, അങ്ങനെ നിന്റെ വിധി നീ തന്നെ നിശ്ചയിച്ചു. അവൻ പെട്ടെന്ന് കണ്ണിന് മീതെ നിന്ന് ആവരണം എടുത്തു മാറ്റി. അവൻ പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന് ഇസ്രായേൽ രാജാവ് തിരിച്ചറിഞ്ഞു. അവൻ അയാളോട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, എനിക്കായി ഉന്മൂലനാചാര വിധേയമാകേണ്ട ആളെ നീ കയ്യിൽ നിന്ന് വിട്ടയച്ചതിനാൽ അവൻ്റെ ജീവന് പകരം നിന്റെ ജീവനും അവൻ്റെ ജനത്തിനു പകരം നിന്റെ ജനവും ആയിരിക്കും. ഇസ്രായേൽ രാജാവ് നീരസനും വിഷമതനുമായി തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവൻ സമരിയായിലെത്തി. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം.
കർത്താവിന് യാക്കോബിന്റെ മേൽ കാരുണ്യമുണ്ടാവുകയും ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് അവരെ സ്വദേശത്ത് സ്ഥാപിക്കുകയും ചെയ്തു. പരദേശികൾ അവരോട് ചേർന്ന് യാക്കോബിന്റെ ഭവനത്തോട് ഒന്നായി തീരും. ജനതകൾ അവരെ സ്വീകരിച്ച് അവരുടെ ദേശത്തേക്ക് നയിക്കും. ഇസ്രായേൽ ഭവനം കർത്താവിന്റെ ദേശത്ത് അക്കൂട്ടരെ ദാസീദാസന്മാരായി അവകാശമാക്കും. തങ്ങളെ അടിമപ്പെടുത്തിയവരെ അവർ അടിമപ്പെടുത്തും, തങ്ങളെ ഞെരുക്കിയവരെ അവർ ഭരിക്കും. കർത്താവ് നിന്റെ വേദനയിൽ നിന്നും കഷ്ടതയിൽ നിന്നും നീ ചെയ്യേണ്ടി വന്ന കഠിനദാസ്യ വേലയിൽ നിന്നും നിനക്ക് വിശ്രമം നൽകുന്ന ദിനത്തിൽ ബാബിലോൺ രാജാവിനെ നീ ഈ ചൊല്ലു പറഞ്ഞ് പരിഹസിക്കും. മർദ്ദകൻ എങ്ങനെ ഇല്ലാതായി, അവന്റെ ഔദ്ധത്യം എങ്ങനെ നിലച്ചു. കർത്താവ് ദുഷ്ടരുടെ ദണ്ഡ് ഭരണാധിപന്മാരുടെ വടി ഒടിച്ചിരിക്കുന്നു. അത് കോപത്തോടെ ജനത്തെ പ്രഹരിക്കുകയും നിർത്താതെ അടിക്കുകയും ജനതകളെ രോഷത്തോടെ ഭരിക്കുകയും നിരന്തരം ദ്രോഹിക്കുകയും ചെയ്തിരുന്നു. ഭൂമി മുഴുവൻ ശാന്തമായി വിശ്രമിച്ചു. അവർ സന്തോഷാരവമുയർത്തി. ലബനോനിലെ ദേവദാരുക്കളും സരളമരങ്ങളും നിന്നെക്കുറിച്ച് സന്തോഷിച്ചു. നീ വീണതു മുതൽ ഞങ്ങളെ വെട്ടിവീഴ്ത്താൻ ആരും ഉയർന്നു വരികയില്ല. നിന്റെ വരവിനെതിരേൽക്കാൻ താഴെ പാതാളം ഇളകി മറയുന്നു. നിന്നെ സ്വാഗതം ചെയ്യാൻ ഭൂമിയുടെ എല്ലാ മുട്ടാടുകളുടെയും പ്രേതങ്ങളെ അത് ഉണർത്തുന്നു. ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെയെല്ലാം അവരുടെ സിംഹാസനങ്ങളിൽ നിന്ന് അത് എഴുന്നേൽപ്പിക്കുന്നു. നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി, നീയും ഞങ്ങളെപ്പോലെ തീർന്നിരിക്കുന്നു എന്ന് അവരെല്ലാം നിന്നോട് പ്രതികരിച്ചു പറയും. നിന്റെ പ്രതാപം, നിന്റെ വാദിഘോഷം പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു. നിനക്കു കീഴെ പുഴുക്കൾ വിരിക്കപ്പെട്ടിരിക്കുന്നു. കീടങ്ങളാണ് നിന്റെ പുതപ്പ്. ഉഷസിന്റെ പുത്രനായി പ്രകാശിക്കുന്നവനെ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജനതകളെ കീഴടക്കുന്ന നീ എങ്ങനെ ഭൂമിയിൽ വീഴ്ത്തപ്പെട്ടു? നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും. ഉന്നതത്തിൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ ഉയർത്തും. ഉത്തരദിക്കിന്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരിക്കും. ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും. ഞാൻ അത്യുന്നതനെ പോലെ ആകും. എന്നാൽ നീ പാതാളത്തിലേക്ക്, കുഴിയുടെ അഗാധഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെടും. നിന്നെ കാണുന്നവർ തുറച്ചു നോക്കി ചോദിക്കും, ഈ മനുഷ്യനാണോ ഭൂമിയെ വിറപ്പിക്കുകയും രാജ്യങ്ങളെ ഇളക്കുകയും ലോകത്തെ മരുഭൂമി പോലെയാക്കുകയും അതിൻ്റെ നഗരങ്ങളെ തകർക്കുകയും അതിൻ്റെ തടവുകാരെ വീട്ടിലേക്ക് വിടാതിരിക്കുകയും ചെയ്തത്? ജനതകളുടെ രാജാക്കന്മാരെല്ലാം താന്താങ്ങളുടെ ഭവനത്തിൽ മഹത്വത്തോടെ ശയിക്കുന്നു. നീയാകട്ടെ നിന്റെ കുഴിമാടത്തിൽ നിന്ന് പുറത്തെറിയപ്പെട്ടിരിക്കുന്നു. നിന്ദ്യമായ മുളയെന്ന പോലെ, വാളാൽ തുളയ്ക്കപ്പെട്ട് വധിക്കപ്പെട്ടവരുടെ വസ്ത്രം പോലെ, ചവിട്ടിയരയ്ക്കപ്പെട്ട മൃതശരീരം പോലെ, കുഴിയുടെ കല്ലുകളിലേക്ക് ഇറങ്ങുന്നവരെ പോലെ. നിന്റെ ദേശം നീ നശിപ്പിക്കുകയും സ്വജനങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്തതിനാൽ കബറിടത്തിൽ നീ അവരോട് ചേരുകയില്ല. തിന്മ പ്രവർത്തിക്കുന്നവരുടെ സന്തതികൾ എന്നേക്കും അറിയപ്പെടുകയില്ല. പിതാക്കന്മാരുടെ അകൃത്യ നിമിത്തം മക്കൾക്ക് വേണ്ടി ഒരു കശാപ്പുശാല ഒരുക്കുവിൻ. അവർ എഴുന്നേറ്റ് ഭൂമി കൈവശമാക്കുകയും ഭൂമുഖം നഗരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ അവർക്കെതിരായി എഴുന്നേൽക്കും. ബാബിലോണിൽ അവശേഷിക്കുന്നവരെയും അവരുടെ നാമത്തെയും സന്താനങ്ങളെയും പിൻതലമുറകളെയും വിച്ഛേദിക്കും. കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ അതിനെ മുള്ളൻ പന്നിയുടെ അവകാശവും നീർപ്പൊയ്കകളുമാക്കും. ഞാൻ അതിനെ നാശത്തിൻ്റെ ചൂലുകൊണ്ട് തൂത്തുകളയും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാട്. സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം ശപഥം ചെയ്തിരിക്കുന്നു, ഞാൻ തീരുമാനിച്ചതുപോലെ അത് സംഭവിക്കും. ഞാൻ നിശ്ചയിച്ചതുപോലെ അത് നിറവേറും. ഞാൻ എൻ്റെ ദേശത്തുള്ള അസീറിയക്കാരനെ തകർക്കും. എൻ്റെ പർവ്വതത്തിൽ ഞാൻ അവനെ ചവിട്ടി മെതിക്കും. അവൻ്റെ നുകം അവരിൽ നിന്ന് നീങ്ങിപ്പോകും. അവരുടെ തോളിൽ നിന്ന് അവൻ്റെ ഭാരം മാറിപ്പോകും. ഭൂമി മുഴുവനെയും സംബന്ധിച്ച് നിശ്ചയിക്കപ്പെട്ട തീരുമാനമാണിത്. എല്ലാ ജനതകളുടെയും മേൽ നീട്ടപ്പെട്ടിരിക്കുന്ന കരം ഇതാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നു, ആരും അത് തകർക്കും. അവിടുത്തെ നീട്ടപ്പെട്ട കരം അത് പിന്തിരിപ്പിക്കാൻ ആർക്കു കഴിയും? ആഹാസ് രാജാവ് മരിച്ച വർഷം ഈ അരുളപ്പാടുണ്ടായി. ഫിലിസ്ത്യരെ, നിങ്ങളെ പ്രഹരിച്ച വടി തകർക്കപ്പെട്ടതുകൊണ്ട് സന്തോഷിക്കേണ്ട. എന്തെന്നാൽ സർപ്പത്തിന്റെ വേരിൽ നിന്ന് ഒരണലി പുറത്തു വരും. അതിൻ്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും.
ദരിദ്രരുടെ ആദ്യജാതർക്ക് ഭക്ഷണം ലഭിക്കും. പാവപ്പെട്ടവൻ സുരക്ഷിതനായി ശയിക്കും. എന്നാൽ നിന്റെ വേരിനെ ഞാൻ ക്ഷാമം കൊണ്ട് വധിക്കും. നിന്നിൽ അവശേഷിക്കുന്നവനെ അത് കൊല്ലും. കവാടമേ വിലപിക്കുക, നഗരമേ കരയുക, ഫിലിസ്തരെ നിങ്ങൾ എല്ലാവരും ഉരുകുന്നു. എന്തെന്നാൽ വടക്കുനിന്ന് ഒരു ധൂമപടലം വന്നു കഴിഞ്ഞു. അവൻ്റെ സൈന്യത്തിൽ നിന്ന് ആരും ഒഴിഞ്ഞു മാറുന്നില്ല. ജനതയുടെ ദൂതന്മാരോട് അവൻ എന്തു മറുപടി പറയും? കർത്താവ് സിയോനെ സ്ഥാപിച്ചിരിക്കുന്നുവെന്നും അവിടുത്തെ ജനത്തിലെ പീഡിതർ അവളിൽ അഭയം കണ്ടെത്തുമെന്നും തന്നെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. ലാസർ എന്നൊരുവൻ രോഗബാധിതനായി. അവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബഥാനിയായിൽ നിന്നുള്ളവനായിരുന്നു. ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. കർത്താവെ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കലേക്ക് ആളയിച്ചു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വപ്പെടുന്നതിനുമുള്ളതാണ്. യേശു മർത്തായെയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നില്ലേ? എന്നിട്ട് വീണ്ടും അങ്ങോട്ട് പോകുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറില്ലേ? പകൽ നടക്കുന്നവൻ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിന്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. ഇവ പറഞ്ഞ ശേഷം അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സൗഖ്യം പ്രാപിക്കും. യേശു അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാതിരുന്നതിനാൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോട് കൂടെ മരിക്കാൻ നമുക്കും പോകാം. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എൻ്റെ ആത്മാ